അവതാരകനെ CPM നേതാക്കൾ മർദ്ദിച്ചുവെന്ന് പരാതി വരുന്നു. പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകനായിരുന്ന ബിനു കെ സാമിനാണ് മർദ്ദനമേറ്റത്. ഏരിയ സെക്രട്ടറിയാണ് മർദ്ദിച്ചതെന്നാണ് ബിനു കെ സാം പറയുന്നത്. ഒരുപക്ഷെ ഈ വേദിയിൽ പത്തനംതിട്ടക്കാരല്ലാത്ത ഒരേ ഒരാൾ നമ്മുടെ ആദരണീയനായ സ്പീക്കർ ശ്രീ AN ഷംസീറാണ്. പക്ഷേ അങ്ങ് തലശ്ശേരിയിലെ ദം ബിരിയാണി ഞങ്ങൾക്ക് ഇവിടെ പലയിടത്തും കിട്ടും. പക്ഷേ പത്തനംതിട്ടക്കാരുടെ സ്വന്തമായൊരു സാധനം നിങ്ങളുടെ തലശ്ശേരിയിൽ ഒരുപാട് കിട്ടും. അത് പത്തനംതിട്ടക്കാരുടെ സ്നേഹമാണ്. നമ്മുടെ ജില്ലാ കളക്ടർ പോലും ഇനി പത്തനംതിട്ടയിൽ നിന്ന് പോകുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അങ്ങയുടെ കൂടി ആരോഗ്യം സംരക്ഷിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തിരഞ്ഞെടുത്ത് ഈ പത്തനംതിട്ടക്കാരാണ്. അപ്പോൾ അങ്ങനെ ഈ പത്തനംതിട്ടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങേക്കവിടെ അടുത്ത മീറ്റിങ്ങിന് വേണ്ടി എത്തേണ്ട ഒരു ഓട്ടത്തിലാണെന്ന് പറയാം. പക്ഷേ ഏറെ സന്തോഷമുണ്ട് അങ്ങയുടെ ഈ സാന്നിധ്യത്തിൽ. തികച്ചും ഒരു യുവ പ്രതിഭയായി കടന്നു വന്ന് രാഷ്ട്രീയത്തിൽ നമ്മുടെ നിയമസഭയെ നിയന്ത്രിക്കാൻ പാകത്തിൽ വളരെ കാര്യമായിട്ട് ഇടപെടുന്ന ആദരണീയനായ സ്പീക്കറെ, ഒറ്റ കാര്യം കൂടി, ഇന്നലെ ഞങ്ങൾ മനഃപൂർവ്വമായിട്ടാണ് ഈ പരിപാടി വെക്കാതിരുന്നത്. കാരണം ഇന്നലെ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തള്ളിക്കളയും. പക്ഷേ ഇന്ന് കൃത്യമായിട്ട് ശ്രീ സക്കീർ ഹുസൈൻ ഫെബ്രുവരി 15 അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. കാരണം ഇന്ന് വിശ്വസ്നേഹ ദിനമാണ്. അപ്പോൾ ഈ സ്നേഹം തലമുറകൾക്ക് കൈമാറാൻ വേണ്ടി ഇത് ഒരുക്കിയിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. സന്തോഷത്തോടുകൂടി ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. ഇന്ന് ഈ ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തതിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ നമ്മുടെ ആരോഗ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ഞെട്ടണ്ട. കാരണം വേറൊന്നും കൊണ്ടുമല്ല, എന്തുകൊണ്ട് ഇത് 25 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്കും ഇവിടെ വന്ന് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളരെ സ്നേഹത്തോടെ. പക്ഷേ ഇതൊരു നിയോഗമായിരിക്കാം. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പേരിലുള്ള ഗേറ്റ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ആദരണീയായ മന്ത്രിക്ക് കഴിഞ്ഞത്. കാരണം എല്ലാം പത്തനംതിട്ടക്കാരാണല്ലോ. ഞാനിനി ഒന്നും പറയുന്നില്ല, കാരണം എല്ലാവരും തിരക്കോട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ സന്തോഷമുണ്ട്. കേരള സർക്കാർ കേരള പ്രഭ പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യൻ നീതിപീഠത്തിൽ എത്തിയ ആദ്യത്തെ ഒരു വനിത എന്ന നിലയിൽ ശ്രദ്ധേയയായ ഈ പത്തനംതിട്ടയിൽ പഠിച്ച് പത്തനംതിട്ടയിൽ താമസിച്ച ഒരാളിനെ പത്തനംതിട്ടക്കാരി തന്നെ ആ ഗേറ്റ് ഉദ്ഘാടനം ചെയ്ത നിയോഗമാണ്. സന്തോഷത്തോടു കൂടി ആശംസിക്കാൻ ക്ഷണിക്കുന്നു. ഒരാളല്ലോ, ഒരു കൂട്ടം ആളുകളായിരുന്നു. അതിലൊരാൾക്കെ പറ്റിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരാണ് അത്? എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയത്തില്ല. പക്ഷേ അത് കഴിയുമ്പോൾ മുനിസിപ്പൽ കൗൺസിലേഴ്സ് പറഞ്ഞു, മറ്റുള്ളവർ ചോദിച്ചു ആരാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് മറ്റു കൗൺസിലർമാർ പറഞ്ഞു അത് ഏരിയ സെക്രട്ടറി സഞ്ജു ആണ് എന്ന് പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. എനിക്ക് പൊതുവേ പാർട്ടിയുടെ പ്രവർത്തകരുമായിട്ടൊന്നും അത്ര വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. വിളിച്ചു വരുത്തി അവമാനിച്ചു എന്നുള്ളതൊരു വലിയ ഫീലായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഫീലുണ്ടെങ്കിൽ പോലും ഒരിക്കലും നഗരസഭാധ്യക്ഷൻ സക്കീർ ഹുസൈൻ എന്നെ എല്ലാ പരിപാടിക്കും വിളിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ ഒരു രാഷ്ട്രീയ ബന്ധമല്ല ഉള്ളത്. അപ്പോൾ അദ്ദേഹം വിളിച്ചു വരുത്തി എന്നെ അദ്ദേഹം അപമാനിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു എന്നുള്ള രീതിയില്ല. പക്ഷേ ഇതിന് ശേഷം എന്നെ പലരും വിളിച്ചു, പാർട്ടിയിലെ പല പ്രവർത്തകരും അല്ല എൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവരൊക്കെ വിളിച്ചു. നിങ്ങൾ ഒരു ഇരയായി തീർന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിച്ചു എന്നുള്ളതല്ല. മറിച്ച് അത് അവിടുത്തെ ഒരു ഗ്രൂപ്പിൻ്റെ CPM-നകത്തെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സക്കീർ ഹുസൈനും വീണ ജോർജും തമ്മിലുള്ള ഒരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങളെ ബലിയാടാക്കിയതാണ്. CPM-ൻ്റെ ഒരു പരിപാടിക്ക് കോൺഗ്രസ്സുകാരനായ ബിനു കെ സാമിനെ വിളിച്ച് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർ തമ്മിലുള്ള അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ആയിരിക്കും എന്നെ വിളിച്ചത്. അത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ല, ചില വാചകത്തിൽ അവരങ്ങനെ വായിച്ചെടുത്തതാണ്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വീഡിയോ പരിശോധിച്ചാൽ അറിയാം, അങ്ങനെ ഒരു മോശം ആയ പ്രയോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല, ആരെങ്കിലും ഇകഴ്ത്തുന്നതില്ല. കാരണം ഞാൻ ആദ്യമായിട്ടല്ല അവതാരകനാകുന്നത്. അതുകൊണ്ടാണല്ലോ എന്നെ ഈ പരിപാടിക്കാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ വിളിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റേതായൊരു ശൈലിയുണ്ട് ഉപയോഗിക്കുന്നത്. അതിൽ ചില കൂടുതൽ നർമ്മം കലർത്തി പറയുക എന്നുള്ളതുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പരാതി കൊടുത്തില്ല? പരാതി കൊടുത്തില്ല. കാരണം ഈ കാലത്ത് CPM കേരളം ഭരിക്കുമ്പോൾ ഒരു CPM-ൻ്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ അല്ലെങ്കിൽ CPM-ൻ്റെ പ്രവർത്തകർക്കെതിരെ പരാതി കൊടുത്താൽ എന്തായിത്തീരും എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നടക്കാനുള്ള ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ വെച്ചാൽ അവർ ചെയ്ത തെറ്റാണെങ്കിൽ അവർ അനുഭവിച്ചോളും എന്നുള്ള രീതി ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് അവരുടെ അത്രയേ ഉള്ളൂ, അവരുടെ ചിന്താഗതികളൊക്കെ അത്രയേ ഉള്ളൂ. ഈ ഇടുങ്ങിയ ചിന്ത കൊണ്ട്
അല്ല വ്യക്തിപരമായിട്ട് എന്നോട് അവർക്ക് പറയാം തെറ്റാണ് പറഞ്ഞതെങ്കിൽ ഈ നാട്ടിൽ അതാണ് അതിൻ്റെ സംവിധാനം, പറയാം. അല്ല എന്നെ വിളിച്ച ആളിനോട് പറയാം. അല്ലാതെ നേരിട്ട് വന്ന് കയ്യേറ്റം ചെയ്യാൻ ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഇത് എല്ലായിടത്തും കാണുന്നതാണ്. അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാര്യം ഈ പാർട്ടി നേതാവാകുക എന്നുള്ള കാര്യം നിലനിൽക്കുന്നത് അതിൽ പച്ചയായ സത്യമാണ്. അതുകൊണ്ട് അവർക്കതാകാം, എനിക്കതാകാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിത രീതി അതിന് പറ്റുന്നതല്ല. ആളുകളെ ഉപദ്രവിക്കുക, മോശമായിട്ട് സംസാരിക്കുക, ഒന്നും എനിക്ക് പറ്റുന്നതല്ല. ഞാൻ ഉപയോഗിക്കുന്ന രീതിയല്ല. ഞാൻ 23 വർഷമായിട്ട് ടൗണിൽ സ്കൂളിൽ അധ്യാപകനാണ്. ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളോ ഈ നാട്ടിലെ എല്ലാ പരിപാടികളും, സർക്കാർ പരിപാടികളൊക്കെ അവതാരകനായിട്ട് ധാരാളം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ രീതികൾ കാണിച്ചു. നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ നേരം കളയാം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. അല്ല, അവിടെ മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച ആളുകൾ വിളിച്ചിരുന്നു. ഞാൻ ഉടൻ തന്നെ അന്വേഷിച്ചു. അവിടെ മന്ത്രിയെയും അതുപോലെ തന്നെ സ്പീക്കറെയും വളരെ മോശപ്പെടുത്തിയ ഒരു ആങ്കറിംഗ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പല ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവരെ ഇരുത്തി നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്നവരും, വിശേഷിച്ച് പത്തനംതിട്ട നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തൊരു ആങ്കറിംഗ് നടത്തുമ്പം എല്ലാവരുടെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് വേണം ആരാണെങ്കിലും ആങ്കറിംഗ് നടത്താൻ. അവിടെ മന്ത്രിയെയും അതുപോലെ തന്നെ നഗരസഭാ ആളുകളെയും തമ്മിൽ വിഘടിപ്പിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ചില വാചകങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് വളരെ വിശ്വസനീയമായി അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ സ്പീക്കറെ അവിടെ ഇരുത്തി ഏറെ നേരം വിശദീകരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ ഏരിയ സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു. സഞ്ജു എന്നോട് പറഞ്ഞത് വളരെ മോശമായി പോയി, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം അതൊരു ഉപദേശത്തിന്റെ രൂപത്തിലാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്നാണ്. അദ്ദേഹം പോലീസിൽ പോയിട്ടില്ല എന്നുള്ളതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഞാൻ കേട്ടത് ഈ ആങ്കറിങ്ങുകാരൻ എല്ലാ കാര്യത്തിലും കുറേയേറെ സമയമെടുത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് മന്ത്രിയുടെ പ്രസംഗത്തെക്കാളും സ്പീക്കറിന്റെ പ്രസംഗത്തെക്കാളും കൂടുതൽ നടന്നതെന്നാണ് ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ മന്ത്രിമാരെ സംബന്ധിച്ച് നമ്മൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ അറിയാമല്ലോ, നമ്മൾ ഒരു നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ഇത് അവിടെ മന്ത്രിയെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ മന്ത്രി തന്നെ എന്നെ വിളിച്ചിരുന്നു. മന്ത്രി തന്നെ എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ച് പരാതി പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ മന്ത്രിയെ ഇൻസൾട്ട് പരസ്യമായി അപമാനപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥം. അതുണ്ടാകാൻ പാടില്ലായിരുന്നു. അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് സഞ്ജു ആ സ്ഥലത്ത് വെച്ച് തന്നെ, നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് സഞ്ജു ഇത് ഈ അവതാരകനോട് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് കണ്ടോ? നൂറുകണക്കിന് ആളുകൾ കൂടിയ സ്ഥലത്ത് വെച്ചല്ലേ, പോലീസ് അവിടെ നിൽപ്പില്ലേ, ആരെങ്കിലും കണ്ടോ?